നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസം 28 അതായത് കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 15 വൈശാഖ മാസം 1947 വൈശാഖ മാസം 8 തിങ്കളാഴ്ചയും ശുക്ലപക്ഷ പ്രഥമ തിഥിയും വരുന്ന ദിവസം. ഭരണി നക്ഷത്രമാണ് പ്രഥമ തിഥി വരുന്ന ദിവസം. പകൽ, അതായത് ഉത്തരായനകാല വസന്ത ഋതുവിൽ ഉദയം 5:53 AM അസ്തമനം 6:20 PM രാഹുകാലം 7:26 AM മുതൽ 8:59 AM വരെയും ഗുളികകാലം 1:39 PM മുതൽ 3:13 PM വരെയും യമകണ്ഠകാലം 10:33 AM മുതൽ 12:06 PM വരെയും അഭിജിത്ത് മുഹൂർത്തം 11:42 മുതൽ 12:04 വരെയും 12:08 മുതൽ 12:30 വരെയും ആകുന്നു. ചന്ദ്രാഷ്ടമം കന്നിക്കൂറുകാർക്ക്. ഇനി നമുക്ക് രാശിചക്രത്തിലേക്ക് കടക്കാം. ഇന്നേ ദിവസം, അതായത് 28/4/2025 വൈകിട്ട് 9:30 ആകുമ്പോഴേക്കും ഭരണി നക്ഷത്രവും മാറും, പ്രഥമ തിഥിയും മാറി ദ്വിതീയ തിഥിയും തുടങ്ങുന്നതാണ്. അപ്പൊ സൗഭാഗ്യ നിത്യയോഗം ആരംഭിക്കും. അപ്പം ആയതുകൊണ്ട് തന്നെ നമുക്ക് പുലർച്ചെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ഭരണി നക്ഷത്രത്തിന്റെ ആ ഒരു ഗ്രഹനില പ്രകാരം നമുക്കൊന്ന് കാര്യങ്ങൾ നോക്കാം. മേടത്തിൽ സൂര്യനും ചന്ദ്രനും, കർക്കിടകത്തിൽ ചൊവ്വയും, മീനത്തിൽ ബുധനും, ഇടവത്തിൽ ഗുരുവും, ശുക്രനും മന്ദനും സർപ്പിയും മീനത്തിലും, കന്നിയിൽ കേതുവും, ഗുളികോദയം വന്നിരിക്കുന്നത് ചിങ്ങൻ രാശിയിലും ഉദയം മീനത്തിലും മേടത്തിലുമായി തുടരുന്നു. മീനത്തിൽ അല്പസമയം മാത്രം, ബാക്കി മേടൻ രാശിയിലാണ് ഉദയം വന്നിരിക്കുന്നത്. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. തിങ്കളാഴ്ച ആയതുകൊണ്ട്, അതും പ്രഥമയും ആയതുകൊണ്ട് എല്ലാവരും ഉമാമഹേശ്വരനെ പ്രാർത്ഥിക്കുന്നത്. ദുർഗാദേവി, വിവാഹം ആവാത്തവർ വിവാഹാവശ്യങ്ങൾക്കായി, വിവാഹകാര്യങ്ങൾക്കായി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നു. ഉമയെയും മഹേശ്വരനെയും പ്രാർത്ഥിക്കുന്നത് കഴിയുന്നതും ആദ്യത്തെ, അതായത് വെളുത്തപക്ഷത്തിലെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ദുർഗാദേവിക്ക് ചുമന്ന പുഷ്പങ്ങളോ വെളുത്ത പുഷ്പങ്ങളോ ഒക്കെ സമർപ്പിച്ച് ക്രീം കളർ നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പിൻവിളക്കിൽ ദീപം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് നെടുമാംഗല്യം നിലനിർത്തി തരുന്നതിനും വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്നതിനും സോമവാര വ്രതം എടുക്കുന്നതിനുമൊക്കെ പറ്റിയ ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും, ചന്ദ്രൻ 3, 6, 8, 12 നിൽക്കുന്നവർക്കും തിങ്കളാഴ്ച വ്രതം എടുത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരും. ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ, മാതാവിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ എല്ലാം നമുക്ക് അനുകൂലമായി തീരുന്നതിനാൽ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് ജപിച്ചുകൊണ്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമസ്തുതേ എന്ന സ്തുതികൾ ആലപിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരികയും അത് നമ്മൾക്ക് ഫലപ്രദമായി തീരുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി മേടം രാശിക്കാർ അവരുടെ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കൊടുക്കുന്നത്, പിൻവിളക്കിൽ ദീപം തെളിക്കുന്നതൊക്കെ നന്നായിരിക്കും. ഇനി മേടൻ രാശിയുടെ പൊതു ഫലങ്ങളൊന്ന് പറയാം. വിദേശ യാത്രയ്ക്കുള്ള ആഗ്രഹം സഫലമാകുന്നതാണ്. ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതിനാൽ എല്ലാ കാര്യത്തിലും ഒരു ആത്മസംതൃപ്തി അനുഭവത്തിൽ വരും. ഗൗരവമുള്ള വിഷയങ്ങൾ വളരെ ലാഘവത്തോടെ കൂടി അവതരിപ്പിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഒരു അനുഗ്രഹം തന്നെയാണ്.
ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ നിർവൃതി ഉണ്ടാകും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യം വന്നു ചേരും. ഭൗതിക സൗഖ്യങ്ങളോടൊപ്പം ആധ്യാത്മിക ആനന്ദവും അനുഭവിക്കുവാൻ അവസരം വന്നു ചേരും. കഴിവിനും പ്രാപ്തിക്കും അംഗീകാരം ലഭിക്കും. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി തൊട്ടടുത്തുള്ള ഭൂമി മോഹവില കൊടുത്ത് വാങ്ങുവാൻ ശ്രമിക്കും. വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങളുടെ ആശയങ്ങൾ പുതുതായി മനസ്സിൽ വന്നു ചേരുകയും അത് പ്രാവർത്തികമാക്കാനുള്ള ആലോചനകൾ ചെയ്യുകയും ചെയ്യും. സ്തുത്യർഹമായ സേവനം ചെയ്തതിനാൽ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു. ഭരണ സംവിധാനത്തിലെ പുതിയ ആശയം അവലംബിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനും സാധിക്കും. ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവപ്രാപ്തി നേടും. ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകും. സാമ്പത്തിക പുരോഗതി കൈവന്നു ചേരുന്നതിനാൽ ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നടത്തുവാനുള്ള ധാരണയാകും. നാഡീപ്രമേഹ രോഗങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയുള്ള സ്ഥാപനത്തിൽ ചേരുന്നതിനുള്ള യോഗം കാണുന്നു. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് സന്താനങ്ങളുടെ സമീപത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ അവസരം കണ്ടെത്തും. ദമ്പതികൾക്ക് വിട്ടുവീഴ്ച മനോഭാവം നിർബന്ധമായും പ്രകടിപ്പിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. കാഴ്ചപ്പാടിൻ്റെ വ്യത്യസ്തതകളാൽ സംയുക്ത സംരംഭത്തിൽ നിന്നും പിന്മാറുവാനുള്ള യോഗവും കാണുന്നു. ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരും. ഉത്തരവാദിത്തങ്ങളൊന്നും അന്യരെ ഏൽപ്പിച്ചു കൊടുക്കാതെ സ്വയം ചെയ്യുവാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. സുഹൃത്തുക്കളുമായുള്ള ആത്മബന്ധത്താലും അവരുടെ ഉപദേശത്താലും ഈശ്വര പ്രാർത്ഥനകളാലും പലപ്പോഴും അനുഭവപ്പെടുന്ന വിരസതയെ അതിജീവിക്കാൻ സാധിക്കും. ഔദ്യോഗിക വിദ്യാഭ്യാസ പദ്ധതികൾ പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനുള്ള മാർഗം തെളിഞ്ഞു വരും. അതുവഴി വിജയപ്രതീക്ഷകളും സഫലമാകും. മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ട സാഹചര്യം അനുഭവജ്ഞാനത്തിന് വഴിയൊരുക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവങ്കൽ പിൻവിളക്ക് തെളിച്ച് ഓം നമഃ ശിവായ 108 പ്രാവശ്യം ജപിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കും. വിജ്ഞാനം ആർജിക്കുവാനും പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. പ്രത്യുപകാരം ചെയ്യുവാൻ സാധിക്കുന്നതിനാൽ കൃതാർത്ഥതയുണ്ടാകും. ദാമ്പത്യ സൗഖ്യം അല്പം കുറയും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ പുതിയ വ്യവസായം നവീകരിക്കുവാൻ തീരുമാനിക്കും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തും. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ദുശ്ശീലങ്ങൾ ഒഴിവാക്കുന്നതിനാൽ സാമ്പത്തിക മിച്ചം പ്രതീക്ഷിക്കാം. സങ്കുചിത മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ മനോഭാവത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ആത്മവിശ്വാസം, കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം തുടങ്ങിയവ പ്രവർത്തനക്ഷമതയ്ക്കും സാമ്പത്തിക നേട്ടത്തിനും വഴിയൊരുക്കും. സാമ്പത്തിക നേട്ടം നിലനിർത്തിക്കൊണ്ടുപോകാൻ നന്നേ പരിശ്രമിക്കേണ്ടതാണ്. പുതിയ അവസരങ്ങൾക്കുള്ള മാർഗം തെളിഞ്ഞു വരും. സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി പരിശ്രമിക്കും. ഭിന്ന അഭിപ്രായങ്ങളെ ഏകീകരിക്കുവാൻ സാധിക്കുന്നതിനാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരിക്കും. ഔദ്യോഗിക പരിശീലനത്തിന് മാസങ്ങളോളം അന്യദേശവാസത്തിനുള്ള പരിശ്രമം നടത്തും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്നതെല്ലാം വിജയത്തിൽ കലാശിക്കും.
സ്വഭാവ വിശേഷത്താൽ പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. തൊഴിൽ മേഖലകളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ അവലംബിക്കും. ഉദ്യോഗത്തോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാനുള്ള സാധ്യതയുമുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ വ്യാപാര വിപണനങ്ങൾക്ക് തുടക്കം കുറിക്കും. കാലാവസ്ഥയിലെ വ്യതിയാനത്തിൽ കഫ നീർദോഷങ്ങൾ വന്നു ചേരും. സ്വന്തം ആശയങ്ങളും അന്യരുടെ പണവും അസമന്വയിപ്പിച്ച് പുതിയ പ്രവർത്തന മേഖലകൾ വിഭാവനം ചെയ്യും. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കും. ദമ്പതികൾക്ക് പലപ്പോഴും അസ്വാസ്ഥ്യങ്ങളും ഐക്യതക്കുറവും അനുഭവപ്പെടും. പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ വിട്ടുവീഴ്ച മനോഭാവം പ്രകടിപ്പിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യഥാസമയത്ത് അനുഭവപ്രാപ്തിയിലെത്തിക്കുന്നതിനായി ശ്രമിക്കും. തൃപ്തിയായ വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റത്തിനും ശ്രമിക്കും. നിലവിലുള്ളതിന് പുറമെ മറ്റൊരു ഗൃഹം കൂടി വാങ്ങുവാനോ പഠിക്കുവാനോ ഉള്ള അവസരം കാത്തിരിക്കും. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് പാത്രമാകും. പുതിയ ആവിഷ്കരണ ശൈലിക്ക് അംഗീകാരം ലഭിക്കും. ആത്മാർത്ഥ സുഹൃത്ത് വഴി സാമ്പത്തിക സഹായം ലഭിക്കും. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കുവാൻ ഇടവരും. എല്ലാ കർമ്മരംഗത്തും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കുകയും രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ശിവഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഓം നമഃ ശിവായ കൃത്യമായി ജപിക്കുമ്പോൾ ദുർഗാദേവിയുടെയും കൂടി അനുഗ്രഹത്തോടെ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മിഥുനം രാശി. അർത്ഥവ്യാപ്തിയോടുകൂടിയ ആശയങ്ങൾ തനതായ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നതിനാൽ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കും. പ്രതികാര ബുദ്ധിയോടുകൂടിയ സമീപനത്തിന് സുഹൃത്തുക്കൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ ഇടവരും. മേലധികാരിയുടെ പ്രതിനിധിയായി പലപ്പോഴും ജോലി ചെയ്യേണ്ട സാഹചര്യം വന്നു ചേരും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടവരും. ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും അഹംഭാവം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതിനാൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാകും. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും. ബൃഹത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെങ്കിലും അത് പ്രാവർത്തികമാക്കുവാൻ അല്പം സമയം വേണ്ടിവരും. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള അവസരം വന്നു ചേരും. ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിനുള്ള പോകാനുള്ള സാധ്യത കൂടി തെളിഞ്ഞു വരുന്നുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ അബദ്ധങ്ങൾ ഒരു പരിധിവരെ ഒഴിവായി കിട്ടും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും. ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ വ്യവസായം നവീകരിച്ച് തത്തുല്യമായ വിപണനവും വിപുലമാക്കാൻ ശ്രമിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും പ്രതീക്ഷിക്കാം. ബന്ധുവിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നത് വഴി പുതിയ സുഹൃത്ത് ബന്ധം ഉണ്ടാകും. കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗത്തിന് മാറ്റം ലഭിക്കും. അറിവുള്ളതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നു ചേരും. രക്ഷിതാക്കളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കും. ചികിത്സ ഫലിച്ച് ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും സന്തതി സൗഭാഗ്യത്തിനുള്ള മാർഗം തെളിഞ്ഞു വരുന്നതാണ്. വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിന് യോഗമുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗ്രഹത്തിൽ നിന്നും മാറ്റി താമസിക്കേണ്ടതായ അവസരം വന്നു ചേരും. അനൗദ്യോഗികമായ സാമ്പത്തിക നേട്ടം ഉണ്ടായതിനാൽ നിക്ഷേപമെന്ന നിലയിൽ ഭൂമിയോ ഗ്രഹമോ വാങ്ങുവാൻ ഇടവരും. വാഹനം മാറ്റി വാങ്ങും. കൂടുതൽ സൗകര്യമുള്ള ഗ്രഹത്തിലേക്ക് താമസം മാറും. ചിരകാല അഭിലാഷ പ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും. ഔദ്യോഗികമായി അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ്ജീവനക്കാരെ നിയമിക്കും.
സേവന സാമർഥ്യത്താലും സൗമ്യ സമീപനത്താലും സർവകാര്യവും വിജയം നേടുവാൻ സാധിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്നതെല്ലാം വിജയിക്കും. സത്യസന്ധവും നീതിയുക്തമായ സമീപനം സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും. അല്പസ്വല്പം പ്രയാസങ്ങളോടുകൂടിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി തരുവാൻ രാശിനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമസ്വാമിക്കും പ്രാർത്ഥന മൂലം സാധിക്കും എന്നുള്ളത് ഒരു വലിയ മഹത്തായ കാര്യമാണ്. കുടുംബ പരദേവതയുടെയും ദുർഗാദേവിയുടെയും കൂടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പിൻവിളക്കിൽ ദീപമൊക്കെ തെളിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. കർക്കിടകക്കൂറ്. ശസ്ത്രക്രിയ നടത്താൻ നിയോഗം കാണുന്നു. ആരോഗ്യനിലയിൽ അല്പം ആശങ്കപ്പെടേണ്ടതുണ്ട്. ശത്രുശല്യം വർദ്ധിക്കും. ദുഷ്ചിന്തകൾ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും. വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കും. എന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോകാൻ കഴിയാതെ വരും. ഗ്രഹനാഥന് കർമ്മത്തിൽ തടസ്സം നേരിടും. അയൽക്കാരുമായി വാക്തർക്കങ്ങൾക്കും കേസ്, കോടതി എന്നിവയുമായി ബന്ധപ്പെടാനും യോഗം വന്നു ചേരുന്നു. വളർത്തുമൃഗങ്ങളിൽ നിന്നും ആക്രമണം പ്രതീക്ഷിക്കാം. തനിക്ക് കിട്ടിയ പാരിതോഷികം മറ്റൊരാൾക്ക് നൽകേണ്ടതായ ഒരു സാഹചര്യവും വന്നു ചേരും. ഷെയറുകളിൽ നിന്ന് അല്പം ലാഭ്യം പ്രതീക്ഷിക്കാം. വ്യക്തിത്വവും മാന്യതയും വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളിലും ദൈവാനുകൂല്യം ദൃശ്യമാകും. പലതര സുഖഭോഗങ്ങളും അനുഭവിക്കുവാൻ അവസരം വന്നു ചേരും. പൊതുരംഗത്തു നിന്നും വിട്ട് സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും. വിലപ്പെട്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ബന്ധു സമാഗമം ഉണ്ടാകും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യസ്വാമിയെയും ചോറ്റാനിക്കരമ്മയും കൂടി പ്രാർത്ഥിക്കുന്നത്, മൂകാംബിക ദേവി കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. ചിങ്ങം രാശിക്കാർക്ക് ഈശ്വര പ്രാർത്ഥനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആത്മനിയന്ത്രണം വന്നു ചേരും. സൗമ്യ സമീപനം, എല്ലാവരോടും സൗമ്യമായ ഒരു സമീപന രീതി അവലംബിക്കും. അർപ്പണ മനോഭാവം വർദ്ധിക്കും. അനിഷ്ടഫലങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഊർജം വന്നു ചേരും. ഔചിത്യമുള്ള സമീപന ശൈലിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും. ഗുരുകാരണവന്മാരോടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി സമർപ്പിക്കുന്ന പദ്ധതികൾ വിജയിക്കും. വിദഗ്ധ ചികിത്സകളാലും ഭക്ഷണ ക്രമീകരണങ്ങളാലും അസുഖങ്ങളെ അതിജീവിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കും. അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടും. അവസ്ഥാഭേദങ്ങൾക്കനുസരിച്ച് കുട്ടികളുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റത്തിൽ ആശങ്ക വർദ്ധിക്കും. ഉദ്യോഗമന്വേഷിച്ചുള്ള വിദേശയാത്ര സഫലമാകും. കുട്ടികളുടെ കുടുംബ സംരക്ഷണ ചുമതലയിൽ ആശ്വാസം തോന്നും. ഉദ്യോഗത്തോടനുബന്ധമായോ ഉദ്യോഗം ഉപേക്ഷിച്ചോ ഉപരിപഠനത്തിന് ചേരുന്നതാണ്. പുരോഗതിയില്ലാത്ത ഗ്രഹം വിൽപ്പന ചെയ്ത് പുതിയ ഗ്രഹം വാങ്ങുന്നതിനുള്ള ഒരു ആലോചന ഉണ്ടാകും. മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ കുടുംബയോഗം വിളിച്ചു കൂട്ടുന്നതിന് ആലോചനകളുണ്ടാകും. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുന്നതാണ്. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങൾ ഏറെക്കുറെ വിജയത്തിൽ കലാശിക്കും. അസുഖത്തിന് അനാവശ്യമായ ശസ്ത്രക്രിയ വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമതൊരു അഭിപ്രായം കൂടി എടുക്കേണ്ടതാണ്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം ശസ്ത്രക്രിയ ചെയ്യുക. ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യ സമീപനത്താലും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം വന്നു ചേരും. വ്യവസ്ഥകൾ പാലിക്കുവാൻ കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. അറിവുള്ള വിഷയങ്ങൾ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കും.
വേണ്ടപ്പെട്ടവർ യാതൊരു കാരണവുമില്ലാതെ വിരോധികളായി തീരും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാൻ ഇടവരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പദ്ധതി സമർപ്പണത്തിന് കാലതാമസമുണ്ടാകും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ ഇടവരും. ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കിയ മേലധികാരിയോട് ആദരവ് തോന്നും. അപമാനം ഒഴിവാക്കാൻ നേതൃസ്ഥാനം ഒഴിയേണ്ടി വരും. ആശ്രിത ഉദ്യോഗം ഉപേക്ഷിച്ച സ്വന്തമായ പ്രവൃത്തികൾക്കുള്ള ഒരു ശ്രമം നടത്തും. സുഹൃത്തിന്റെ നൂതന സംരംഭങ്ങൾക്ക് സർവ്വവിധ ആദരങ്ങളും മംഗളകർമ്മങ്ങളും നേടുവാൻ ഇടവരും. കർമ്മരംഗത്തുണ്ടാകുന്ന എല്ലാവിധ വളർച്ചയ്ക്കും രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളിലും വിജയം ഉറപ്പാക്കുവാൻ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദുർഗാദേവിക്ക് പിൻവിളക്കിൽ എണ്ണയൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹത്തോടുകൂടി എല്ലാം ഭംഗിയായി നടന്നു കിട്ടും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ പരസഹായവും പ്രതീക്ഷിച്ചതിലുപരി പണച്ചിലവും ആവശ്യമായി വരും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കഠിനാധ്വാനം ചെയ്യേണ്ട സാഹചര്യം വരും. മേലധികാരികളുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടതായി വരും. സത്യാവസ്ഥ ബോധിപ്പിക്കുവാൻ കഴിയാത്തതിനാൽ മിഥ്യാധാരണകൾ വർദ്ധിക്കും. ബന്ധപ്പെട്ടവരുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ വ്യക്തമായ വിശദീകരണം നൽകുവാൻ ഇടവരും. ഉദ്യോഗത്തിന് സ്ഥാനക്കയറ്റത്തിന് മാർഗം ലഭിക്കും. പ്രായോഗിക വിജ്ഞാന പ്രവർത്തനക്ഷമതയ്ക്കുള്ള വഴിയൊരുക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും. ആധുനിക സംവിധാനവും പൗരാണിക സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യും. അപ്രധാനമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് അബദ്ധങ്ങളിൽ ചെന്നു ചേരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ആർഭാടങ്ങൾ ഒഴിവാക്കുക. ആജ്ഞാനുവർത്തികളിൽ നിന്നും പ്രവർത്തിക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാൽ ആശ്വാസം തോന്നും. ആജ്ഞാനുവർത്തികളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാൽ അല്പം ആശ്വാസം തോന്നും. സത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് യഥാർത്ഥമായി തോന്നില്ല. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വരുന്നതാണ്. യുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ലതാണ്. പകർച്ചവ്യാധി പിടിപെടുവാൻ യോഗം കാണുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അതിജീവിക്കുവാൻ സുതാര്യതയുള്ള സമീപനത്താൽ സാധ്യമാകും. ആത്മവിമർശനത്തിൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി രക്ഷിതാക്കൾ നിശ്ചയിച്ച വിവാഹം സമ്മതിക്കുന്നതിന് തീരുമാനിക്കും. സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആസൂത്രിത പദ്ധതികളാണെങ്കിലും അശ്രാന്ത പരിശ്രമത്തോടെ അവയെല്ലാം വിജയത്തിലെത്തിക്കുവാൻ ശ്രമിക്കുക. ഈശ്വര പ്രാർത്ഥനകളാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. ജീവിത നിലവാരം വർദ്ധിക്കുമെങ്കിലും അമിതമായ സാമ്പത്തിക ചിലവുകളും അഹംഭാവവും ഒക്കെ ഉപേക്ഷിച്ച് ആശയങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ഓരോ ഘട്ടത്തിലും സ്വന്തം ജീവിതത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുമ്പോൾ വിജയം തന്നെ തേടി വരുന്നതാണ്. രാശിനാഥയായ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, 108 നമഃശിവായ ജപിക്കുമ്പോൾ എല്ലാം ഈശ്വരാനുകൂല്യം കൊണ്ട് നമുക്ക് അധീനമായി വന്നു ചേരുന്നതാണ്. തുലാരാശി. സ്വന്തം നിലപാടിൽ നിന്നും സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലുപരി അംഗീകാരം ലഭിക്കും. ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കൈവരും. ആധുനിക സമ്പ്രദായവും പൗരാണിക സംസ്കാരവും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സന്മനസ്സുള്ളവരുമായുള്ള സഹവർത്തത്താൽ സാധിക്കും.
നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തും. വിജയപ്രതീക്ഷകൾ സഫലമാകും. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ രൂപീകരിക്കും. സജ്ജന ബഹുമാന്യത വന്നു ചേരും. ജാമ്യം നിൽക്കുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. കുറഞ്ഞ വിലയ്ക്ക് പൂർവിക സ്വത്ത് വാങ്ങുവാൻ അവസരം വന്നു ചേരും. അസൂയ മത മാത്സര്യങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമാകും. സൽക്കർമ്മങ്ങൾക്ക് പണം ചെലവാക്കുന്നത് വഴി ആശ്വാസവും ആത്മസംതൃപ്തിയും ഉണ്ടാകും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദുശ്ശീലങ്ങൾ ഒഴിവാക്കും. സഹപാഠികളോടൊപ്പം താമസിച്ച് പഠിക്കുവാൻ അവസരമുണ്ടാകുമെങ്കിലും വളരെ ആത്മനിയന്ത്രണം ആവശ്യമായി വരും. പദ്ധതി സമർപ്പണം, പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും. പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുണ്യതീർത്ഥ ദേവാലയ ഉല്ലാസ വിനോദയാത്രയ്ക്ക് സാധ്യതയുണ്ട്. പുണ്യതീർത്ഥാടനം, അതുപോലെ ദേവാലയ സന്ദർശനം, ഉല്ലാസ വിനോദയാത്ര, ഇതിനൊക്കെ സാഹചര്യം വന്നു ചേരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിച്ച് താമസം തുടങ്ങുവാനുള്ള സാഹചര്യവും വന്നു ചേരും. ഉദ്യോഗസ്ഥിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ യോഗം കാണുന്നു. ഉപരിപഠനത്തിന് ചേരുവാനുള്ള സമയവും ആഗതമാകും. നിർണായ വിഷയങ്ങളിൽ അനുരഞ്ജന ശ്രമമുണ്ടാകും. അന്തിമ നിമിഷത്തിൽ അതിൽ വിജയിക്കുകയും ചെയ്യും. മാതാപിതാക്കളെ വിദേശത്ത് മാസങ്ങളോളം താമസിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഒത്തുവരും. ഉദര നിർദോഷ രോഗങ്ങളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. ഈ ആത്മീയ പ്രഭാഷണങ്ങൾ വഴി മനസ്സമാധാനത്തിനുള്ള മാർഗം തെളിയും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് ഉമാമഹേശ്വര പൂജയിലൊക്കെ പങ്കെടുക്കുമ്പോൾ, 108 നമഃശിവായ ജപിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരും. വൃശ്ചിക രാശി. ഗുരുതുല്യരായവരുടെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും. സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തും. രക്ഷിതാക്കൾക്ക് അസുഖം വർദ്ധിക്കുന്നതിനാൽ പലപ്പോഴും മാറ്റങ്ങൾ വരുന്നതിന് യോഗം കാണുന്നു. ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. വിനയത്തോടുകൂടിയുള്ള സമീപനം വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ഊർജം നൽകും. ആത്മസുഹൃത്തിന്റെ നിർദ്ദേശത്താലും പിൻബലത്താലും ജീവിതത്തിന് വഴിത്തിരിവുണ്ടാവുന്നു. തൊഴിൽ മേഖലകൾ തുടങ്ങും. സ്തുത്യർഹമായ സേവനം കാഴ്ചവയ്ക്കുവാൻ സാധിച്ചതിനാൽ ചാരിതാർത്ഥ്യമുണ്ടാകും. ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും. സന്തോഷവും സമാധാനപരവുമായ ജീവിതം നയിക്കുന്നത് വഴി ആശ്വാസം വന്നു ചേരും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നിഷ്ഠകൾ പാലിക്കേണ്ടതായി വരും. നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷതയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും മാതൃകാപരമായതിനാൽ ആത്മാഭിമാനം തോന്നും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രേഖകൾ സസൂക്ഷ്മം പരിശോധിക്കേണ്ടതാണ്. അപ്രധാനമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനകളാലും സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം. അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസമുണ്ടാകും. പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ ആജ്ഞാനുവർത്തികളിൽ നിന്നും വന്നു ചേരുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ജീവിത നിലവാരം വർദ്ധിപ്പിച്ചതിനാൽ കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം വാങ്ങുവാൻ തയ്യാറാകും. അനന്ത സാധ്യതകളോടുകൂടിയ മേഖലകളിൽ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് അകാരണ ഭയവും ഉദാസീന മനോഭാവവും ഉണ്ടാകും. സാരസ്വതാഘൃതം കാലത്ത് കുളിച്ച് സേവിക്കുന്നത് മൂലം ഓർമ്മശക്തി വർദ്ധിക്കും. അസുഖങ്ങൾ ഉണ്ടോ എന്ന അനാവശ്യ തോന്നലുകൾ മാറിക്കിട്ടും. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും. ഉപദേശ സമിതികളിൽ നിന്നും ഉന്നതരുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിനാൽ ആത്മാഭിമാനം തോന്നും.
ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ആത്മനിയന്ത്രണത്തോടുകൂടി ചെയ്യുന്നതെല്ലാം ലക്ഷ്യപ്രാപ്തിയിലെത്തും. പറയുന്ന വാക്കുകൾ ഫലപ്രദമായ രീതിയിൽ പ്രാബല്യത്തിൽ വന്നു ചേരുന്നതിനാൽ ആശ്ചര്യം അനുഭവപ്പെടും. അഗ്നി, ആയുധം, ധനം, വാഹനം തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. അപകട സാധ്യത മുന്നിലുണ്ട്. പ്രകൃതിക്ഷോഭത്താൽ കൃഷിനാശം സംഭവിക്കാനും യോഗം കാണുന്നു. റോഡ് വികസനം ഉണ്ടാകുമെന്നറിഞ്ഞതിനാൽ ഭൂമി വിൽപ്പന തൽക്കാലം മാറ്റിവെക്കുന്നതും നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് ഓം നമഃശിവായ 108 പ്രാവശ്യം ജപിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാക്കി തീർക്കുക. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ധനുരാശി. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. സന്തോഷവും സന്തുഷ്ടിയുമുള്ള ജീവിതം നയിക്കുവാനുള്ള അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും അനുകൂലമായ അവസരങ്ങളും അംഗീകാരവും ബഹുമതിയും വന്നു ചേരും. കൂടുതൽ വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങി താമസിക്കുന്നതിനുള്ള ആലോചന ഉണ്ടാകും. ഗുരുകാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ സർവകാര്യ വിജയത്തിലും ആത്മാഭിമാനം ഉണ്ടാകും. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിനന്ദിക്കുന്നത് വഴി ആത്മാഭിമാനം ഉണ്ടാകും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. സന്താന സൗഭാഗ്യത്തിനുള്ള യോഗം കാണുന്നു. വാഹനം മാറ്റി വാങ്ങാനും പുതിയ ഭരണ സംവിധാനം പ്രയോജനകരമാകും. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും. തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും വന്നു ചേരും. വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും പൊതുജന ആവശ്യവും പുതിയ തൊഴിൽ മേഖലകളുടെ ആശയങ്ങൾക്ക് വഴിയൊരുക്കും. പുത്രപൗത്രാദികളോടൊപ്പം വിദേശത്ത് താമസിക്കുന്നതിനുള്ള ആലോചന ഉണ്ടാവും. പ്രായത്തിലുപരി പക്വതയോടുകൂടിയ സമീപനം ആർജിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നു ചേരും. ചികിത്സകളെല്ലാം ഫലിക്കും. ബന്ധുവിൻ്റെ അകാല വിയോഗം ഗതകാല സ്മരണകൾക്ക് വഴിയൊരുക്കും. പരമപ്രധാനമായ കാര്യങ്ങൾ തനതായ അർത്ഥമൂല്യങ്ങളോടുകൂടി ചെയ്തു തീർക്കുന്നതിനാൽ ആത്മവിശ്വാസവും ആശ്വാസവും ഉണ്ടാകും. നേർന്നുകിടപ്പുള്ള വഴിപാടുകളെല്ലാം ഒന്നൊന്നായി ചെയ്തു തീർക്കും. പിതാവിന് അസുഖങ്ങൾ വർദ്ധിക്കും. സഹോദരങ്ങളും സുഹൃത്തുക്കളും വിപരീതമായി തീരുന്നതിനാൽ മനോവിഷമം ഉണ്ടാകും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി വിദേശത്തേക്കുള്ള ഉപരിപഠനത്തിനുള്ള പ്രവേശന മാർഗം തെളിഞ്ഞു വരും. നിഷ്ഠകൾ പാലിക്കുന്നത് വഴി രക്ഷിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. മേലധികാര സ്ഥാനം ലഭിക്കുന്നതിനും ആലോചിച്ച് പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിനും അവസരമുണ്ടാകും. ദേഹ സംരക്ഷണത്തിൻ്റെ ഭാഗമായി പോഷകാഹാരക്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അനന്തരാവകാശികൾക്ക് പൂർവിക സ്വത്ത് ഭാഗം വെച്ച് നൽകുവാൻ തയ്യാറാകും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. കൂട്ടുകെട്ടുകളിൽ നിന്നും മക്കളെ രക്ഷിക്കുവാൻ സാധിക്കും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ബാല്യകാല സുഹൃത്തുക്കളെ കാണുവാനും ഇടം വരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയോട് കൂടി പ്രാർത്ഥിച്ച് ശിവങ്കൽ നെയ്വിളക്കൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഐശ്വര്യവും നിലനിന്ന് കിട്ടുന്നതാണ്. മകരക്കൂറ്. ലക്ഷ്യബോധം, ആത്മവിശ്വാസം, വ്യക്തമായ ദിശാബോധം, സമചിത്തതയോടുകൂടിയുള്ള പ്രതികരണം ഇവയൊക്കെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഒന്നിലധികം അവസരങ്ങൾക്ക് മാർഗം തെളിക്കും. വർഷങ്ങളായി നിലനിന്നിരുന്ന തൊഴിൽപരമായ അനിശ്ചിതാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും. വ്യവഹാര വിജയത്താൽ അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കും. ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കും. അഹംഭാവം ഒഴിവാക്കി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. യുക്തിയുക്തവും സത്യസന്ധവുമായ സമീപനം എതിർപ്പുകളെ അതിജീവിക്കുവാൻ ഉപകരിക്കും.
സകല ജീവജാലങ്ങൾക്കും സൗഖ്യം ഭവിക്കട്ടെ എന്ന ആശയത്തോടു കൂടിയ പ്രവർത്തന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. വിദേശ ഉദ്യോഗത്തിന് നിയമന ഉത്തരവ് ലഭിക്കും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കമുള്ള ഉദ്യോഗ കയറ്റമുണ്ടാകും. അസൂയ മതമാത്സര്യങ്ങൾ ഒഴിവാക്കി സമചിത്തതോടുകൂടിയ പ്രതികരണം സർവ ആദരങ്ങൾക്കും വഴിയൊരുക്കും. അനുരഞ്ജനം സാധ്യമാകും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാൻ അവസരം ലഭിക്കും. അസാധ്യമെന്ന് തോന്നുന്നത് പലതും നിഷ്പ്രയാസം ചെയ്തു തീർക്കുവാൻ സാധിക്കും. പ്രവൃത്തിയിലുള്ള നിഷ്കർഷയും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. എല്ലാവരോടും വശ്യമായ രീതിയിലുള്ള പ്രവർത്തന ശൈലിയിൽ ആദരവ് തോന്നും. വിജ്ഞാനികളുടെ വചനങ്ങൾ പലപ്പോഴും നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സഹായകമാകും. ജീവിതഘട്ടങ്ങൾ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യവും ആർജവവും ഉണ്ടാകും. ആത്മവിശ്വാസത്തോടുകൂടി പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും. ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും. പരീക്ഷയിൽ പ്രശസ്തമായ വിജയമുണ്ടാകും. പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ആഗ്രഹിച്ച പോലെ സന്താന സൗഭാഗ്യത്തിനുള്ള യോഗവും കാണുന്നു. സമയോചിതമായ ഇടപെടലുകളാൽ സർവകാര്യ വിജയവും നേടും. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകും. വിജയസാധ്യതകളെ വിലയിരുത്തി കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റം വരുത്തും. വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിനും പുണ്യതീർത്ഥങ്ങളിൽ പുണ്യ സ്ഥലത്തേക്കുള്ള തീർത്ഥാടനത്തിനും യോഗം കാണുന്നു. ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ കൂടുതൽ വിസ്തൃതിയിലേക്ക് ഉള്ള സ്ഥലം വാങ്ങുന്നതിന് യോഗം കാണുന്നു. ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയമുണ്ടാകും. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തും. കാശിനാഥനായ ആഞ്ജനേയ സ്വാമിയെയും രാമസ്വാമിയെയും അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം ദുർഗാദേവിയുടെ അനുഗ്രഹം കൂടി വരുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകാൻ ദുർഗാദേവിക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത്, ശിവങ്കൽ 108 ശിവക്ഷേത്രത്തിലിരുന്ന് 108 നമശിവായ ജപിക്കുന്നതൊക്കെ എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടും. വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും വിദ്യാഗുണവും പരീക്ഷയിൽ അർഹമായ വിജയവും ഉണ്ടാകും. സുതാര്യത കുറവിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറി ശാശ്വത ധനലാഭമുണ്ടാകും. ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. പ്രായാധിക്യമുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നതിന് അവസരമുണ്ടാകും. ഈശ്വരാർപ്പിതമായി ലാഭേച്ഛ കൂടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം അന്തിമമായ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. അസാധാരണ വ്യക്തിത്വമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാൻ അവസരം ലഭിക്കും. ധാരണാ വ്യക്തിത്വമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി കാര്യവിജയം സാധ്യമാകും. ഒരു നേരമെങ്കിലും പൂർവിക തറവാട്ടിൽ താമസിക്കുവാൻ അവസരം ലഭിക്കും. മാതാപിതാക്കളുടെ പിറന്നാൾ ആഘോഷം നടത്തുവാൻ സാധിക്കും. ആരാധനാലയത്തിലെ വാർഷിക ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ യോഗം വരും. വിശേഷപ്പെട്ട ദേവാലയങ്ങളിൽ ദർശനം നടത്തുവാനുള്ള യോഗവും വന്നു ചേരുന്നതാണ്. നേർനടപ്പുള്ള വഴിപാടുകളെല്ലാം നടത്തുവാൻ അവസരം ലഭിക്കും. വിശിഷ്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധ ചികിത്സകളാലും രോഗശാന്തി വന്നു ചേരുന്നതാണ്. ഓപ്പറേഷൻ പോലെയുള്ള വലിയ ചികിത്സാ മാർഗങ്ങൾ തൽക്കാലം നിർത്തിവെക്കേണ്ടതായി വരും. അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരം വന്നു ചേരും. സന്താന സൗഭാഗ്യത്തിനുള്ള യോഗം വന്നു ചേരുന്നു. ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്നത് വഴി പണം അധികം സമ്പാദിക്കുവാൻ സാധിക്കും. ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും.
ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ഉദ്ദേശിക്കുന്ന വ്യവസായ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യും. ലക്ഷ്യബോധത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ അനിഷ്ട സ്വരങ്ങളെ അതിജീവിക്കുവാൻ ഉപകരിക്കും. വ്യവസ്ഥകൾ പാലിക്കുന്നത് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആത്മാഭിമാനം തോന്നും. സ്വപ്നത്തിൽ കാണുവാനിടയായ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്നതിനാൽ ആശ്ചര്യം അനുഭവപ്പെടും. പ്രായോഗിക വശം പ്രാവർത്തികമാക്കി ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും. ജാമ്യം നിൽക്കാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവം ഒഴിഞ്ഞു മാറുന്നത് നന്നായിരിക്കും. പ്രതികൂല ഘടകങ്ങളിൽ ഒഴിഞ്ഞു മാറി അനുകൂല സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും എത്തിക്കുന്നതിന് സാധിക്കും. വ്യാപാരത്തിൻ്റെ ശൈലിയിൽ മാറ്റം വരുത്തുന്നത് നന്നായിരിക്കും. ഊഹോപോഹങ്ങൾ പലതും കേൾക്കുവാനിട വരുമെങ്കിലും സുവ്യക്തമായ തെളിവുകൾ ഇല്ലാതെ പ്രതികരിക്കരുത്. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാനും ആശയവിനിമയങ്ങൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും. രാശിനാഥനായ ആഞ്ജനേയ സ്വാമിയെയും വിഷ്ണുമായ സ്വാമിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം, നീരാഞ്ജനം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് മൂലം, ദുർഗാദേവിക്ക് ദീപം തെളിക്കുന്നത് മൂലം എല്ലാം ശുഭ പര്യവസാനിയായി തീരും. മീനം രാശി. ആസൂത്രിത പദ്ധതികളിൽ വിജയവും ലക്ഷ്യപ്രാപ്തിയും കൈവരും. ഭാഗത്തിൽ ലഭിച്ച പൂർവിക സ്വത്തിൽ ഗ്രഹനിർമ്മാണത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ സർവകാര്യ വിജയവും വന്നു ചേരും. നിരവധി ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും. ശുഭസൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും. സാഹിത്യ രചനകളുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും. ശുഭാപ്തി വിശ്വാസം ആവാമെങ്കിലും അമിതമായ ആത്മവിശ്വാസം അരുത്. ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും. നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും. ഭാവിയെപ്പറ്റിയുള്ള ആശങ്ക വർദ്ധിക്കും. മത്സര രംഗങ്ങളിൽ വിജയമുണ്ടാകുമെങ്കിലും പ്രഥമ സ്ഥാനം നഷ്ടപ്പെടും. വിഭാവനം ചെയ്ത പദ്ധതികൾ അന്തിമ നിമിഷത്തിൽ അനുഭവത്തിൽ വന്നു ചേരും. തന്മയത്വത്തോടു കൂടിയ പ്രതികരണം ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ ഉപകരിക്കും. പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും പിൻബലത്താൽ ഏറ്റെടുത്ത കരാർ ജോലികൾ ചെയ്തു തീർക്കാനാകും. പട്ടണ വികസനം ഉണ്ടെന്നറിഞ്ഞതിൽ ഭൂമി വിൽപ്പന തൽക്കാലം നിർത്തിവെക്കും. പൊതുകാര്യങ്ങൾ അമിതമായി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായി വരും. സംരക്ഷണ ചുമതലയുള്ള സന്താനങ്ങളുടെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും. ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തിക സഹായം നൽകും. സന്താന സൗഭാഗ്യത്തിന് അനുയോജ്യമായ സാഹചര്യം വന്നു ചേരും. ഈശ്വര പ്രാർത്ഥനകളാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകും. ഉദ്യോഗത്തോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാനുള്ള യോഗവും കാണുന്നു. ഉന്നയിച്ച ആശയങ്ങൾ പരിഗണിക്കപ്പെട്ട മേലധികാരിയോട് ആദരവും ബഹുമാനവും തോന്നും. ബദൽ സംവിധാനം തൃപ്തിയില്ലാത്തതിനാൽ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകും. എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി തരുന്നതിന് രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും നമഃശിവായ ജപിക്കുന്നതും എല്ലാം ശുഭമാക്കി തരും. 27 നക്ഷത്രക്കാർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.